പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷത്തോടെ ഇരിക്കുന്നുവോ? ഉന്മേഷത്തോടെ ഇരിക്കുന്നുവോ? ധൈര്യത്തോടെ ഇരിക്കുന്നുവോ? ദൈവം നിങ്ങളോടാണ് സംസാരിക്കുന്നത്. നിങ്ങളെപ്പോഴും ധൈര്യത്തോടെ ഇരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം, ഉന്മേഷത്തോടെ ഇരിക്കണം. അതുകൊണ്ടാണ് ഞാൻ വിവിധ സ്ഥലങ്ങളിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു മുറിയിലിരുന്നു കൊണ്ട് സംസാരിക്കാൻ സാധിക്കും, പക്ഷേ ഈ സ്ഥലങ്ങളെല്ലാം കാണുമ്പോൾ നിങ്ങൾക്കൊരു മനോല്ലാസം ഉണ്ടാകുമല്ലോ. ഈ സ്ഥലം കണ്ടോ? പുറകിലായിട്ട് കാണുന്നില്ലേ ഒരു വെള്ളച്ചാട്ടം, ഒരു വാട്ടർഫാൾസ് നിങ്ങളവിടെ കാണുന്നില്ലേ? നന്നായി ശ്രദ്ധിച്ചു നോക്കൂ. ഒരു വെള്ളച്ചാട്ടം. ഏതാണീ മല, ഏതാണീ വെള്ളച്ചാട്ടം എന്ന് ആലോചിക്കുകയാണോ? ഇത് ആൽപ്സ് മലയാണ്. ഇത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ള ആൽപ്സ് മലയാണ്. വലിയ ഒരു മലനിരയാണ്. ഇത് ആസ്ട്രിയ എന്ന രാജ്യമാണ്. ഇതിലേക്ക് ഒരു വലിയ നദി ഒഴുകുന്നുണ്ട്. വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നല്ല ഭംഗിയുണ്ട്. വളരെ ശാന്തമാണ്. വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കാം. കിളികൾ ചിലയ്ക്കുന്ന ശബ്ദം കേൾക്കാം. വെള്ളച്ചാട്ടത്തിൽ നിന്നും വെള്ളം ചാടുന്നു. കാണുമ്പോൾ മനസ്സു കുളിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വലിയ സന്തോഷവും ഉന്മേഷവും ഉണ്ടാകും. ഇത്രയും മനോഹരമായി ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം എന്റെ ദൈവമാണ്, എന്റെ പിതാവാണ്, എന്റെ പിതാവാണ്. അപ്പോൾ ഇത്രയും മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നവൻ എനിക്കും ചെയ്തു തരില്ലേ എന്നൊരു വിശ്വാസമുണ്ടാകും. എന്നാൽ ദൈവം നിങ്ങൾക്കൊരു ഉപദേശം തരുന്നു. അതെന്താണെന്നറിയാമോ? നിങ്ങൾ ചില സമയത്ത് തെറ്റുകൾ ചെയ്യുന്നു. എന്ത് തെറ്റ് എന്ന് നിശബ്ദമായി ചോദിക്കുകയാണല്ലേ? എഫേസ്യർ 4:26 നിങ്ങൾ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. എന്റെ മക്കളെ, ചില സമയത്ത് കോപം വരും. കോപമുണ്ടാക്കുന്ന സാഹചര്യം വീട്ടിലുണ്ടാകും. ജോലി ചെയ്യുന്ന സ്ഥലത്തും ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തും നിങ്ങൾ വസിക്കുന്ന സ്ഥലത്തും ആരെങ്കിലും നിങ്ങളെ കോപിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കും. അവരോട് ദേഷ്യം തോന്നും. എന്നാലും പാപം ചെയ്യരുത് എന്ന് പറയുന്നു. നമ്മൾ കോപത്തോടെ പറയുന്ന വാക്കുകളില്ലേ, അത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ മാതാപിതാക്കളോടും മക്കളോടും ഭർത്താവിനോടും ഭാര്യയോടും ദേഷ്യത്തോടെ പറയുന്ന വാക്കുകൾ, അമ്മായിയമ്മ മരുമകളോട് പറയുന്ന വാക്കുകൾ, ആ വാക്കുകൾ മനസ്സിനെ വേദനിപ്പിക്കുമ്പോൾ അത് ജീവിതകാലം മറക്കാനാവില്ല. അതാണ് ദൈവം പറയുന്നത്. ചില സമയം ദേഷ്യം വരും. ചിലര് ദേഷ്യം പിടിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറും. പക്ഷേ നിങ്ങൾ പാപം ചെയ്യരുത്, നിങ്ങളുടെ വാക്കുകളിൽ ശ്രദ്ധ പതിപ്പിക്കണം എന്ന്. ശരി, ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യും എന്ന് കരുതുന്നുവോ? ഞാനും ദേഷ്യപ്പെടും, എനിക്കും ദേഷ്യം വരും. നിങ്ങൾക്കും ദേഷ്യം വരുമോ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് കോപം വരും. എന്റെ കൂടെയുള്ളവരോട് ചോദിച്ചു നോക്കൂ. ദേഷ്യം വരും. പക്ഷേ കോപം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. മൗനമായിരിക്കണം. ശാന്തതയോടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കൂ. അത് മതി. കോപം വന്നാൽ ശാന്തമായിരിക്കണം. കർത്താവേ സ്തോത്രം, ഇതിൽ എന്നെ രക്ഷിക്കണമേ, ഞാൻ പാപം ചെയ്യരുത്, എന്റെ നാവിനെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. ദൈവം കാത്തുകൊള്ളും. ചില സമയത്ത് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പലയിടങ്ങളിൽ സഞ്ചരിക്കുന്നില്ലേ, പോകുന്ന സ്ഥലത്ത് എയർപോർട്ടില് ട്രാഫിക്കില് ചിലർ ചെയ്യുന്ന കാര്യങ്ങൾ കോപമുണ്ടാക്കും. എന്താണ് ഇവര് മണ്ടത്തരം കാണിക്കുന്നതെന്ന് കോപത്തോടെ എന്തെങ്കിലും പറയണമെന്ന് തോന്നും. ദൈവം പറയും, ശാന്തതയോടെ ഇരിക്ക്, ദേഷ്യപ്പെടരുത്, ഒന്നും പറയരുത്. ദേഷ്യം വന്നാൽ മൗനമായിരിക്കണം. കണ്ണടച്ച് യേശുവേ സ്തോത്രം സ്തോത്രം, അങ്ങറിയാതെ ഒന്നും സംഭവിക്കില്ല, ഇവരെങ്ങനെ ചെയ്യുന്നതിന് സ്തോത്രം, എനിക്ക് ശാന്തത പഠിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഉടനെ അടുത്ത നിമിഷം എല്ലാം മാറും. അത്രയുള്ളൂ. നിങ്ങളുടെ വീട്ടിലും കോപം വരും. നിങ്ങളുടെ ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മാതാപിതാക്കളോട്, അമ്മായിയമ്മയോട്, മരുമകളോട്, ജോലിസ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവരോട് ശരിക്ക് ചെയ്യില്ലെന്ന് ദേഷ്യം വരും. അപ്പോൾ നാം എന്ത് ചെയ്യണം? ചില സമയത്ത് കോപത്തോടെ സംസാരിക്കണം. അത് തെറ്റല്ല. ചില കാര്യങ്ങൾ ശരിയാക്കാൻ കോപം കാണിക്കണമെന്നറിയാം. എന്റെ ശുശ്രൂഷയിലും ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെടുന്നത് കൂടെയുള്ളവർക്കറിയാം. ബ്രദറ് ദേഷ്യത്തിലാണ്, പക്ഷെ ഞാൻ പെട്ടെന്ന് ശാന്തനാകും. അത്രയുള്ളൂ. കോപത്തോടെ വഴക്ക് പറയുന്നത്, പൊട്ടിത്തെറിക്കുന്നത്, വേണ്ടാത്ത വാക്കുകൾ പാടില്ല. അത് ചിലരെ വേദനിപ്പിക്കും. ശാന്തനായിരുന്നാൽ അവർക്ക് മനസ്സിലാവും, ഇത് ചെയ്യരുത്, ദേഷ്യത്തിലാണ്, ഇത് ശരിക്ക് ചെയ്യണം എന്ന്. അതേപോലെ തന്നെ ദേഷ്യം വന്നാലും പാപം ചെയ്യരുത്. നിങ്ങൾ കോപത്തോടെ പറഞ്ഞ വാക്കാണ് ഇന്ന് നിങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്നത്. നിങ്ങൾ കോപത്തോടെ പറഞ്ഞ വാക്കുകളാണ് ഇന്ന് പലരെയും വേദനിപ്പിച്ച് അത് നിങ്ങൾക്ക് ശാപമായിരിക്കുന്നത്. അപ്പോൾ യേശുവേ, എന്റെ നാവിനെ കാത്തുകൊള്ളണമേ, ഞാൻ കോപിച്ചാലും പാപം ചെയ്യരുത് എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പാപം ചെയ്യാത്ത വിധം ദൈവം കാത്തുകൊള്ളും. കർത്താവേ, ഞാൻ കോപിച്ചാലും പാപം ചെയ്യരുത്, ആരെയും ദുഃഖിപ്പിക്കരുത്, ആരെയും അപമാനിച്ച് വേദനിപ്പിക്കാൻ പാടില്ല, എന്നെ കാക്കേണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിങ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ